ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. തന്നുയിൽ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. തന്നുയിൽ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. ഒന്നിനും തന്നിടം നിന്നീടുന്നു കൂടെ താങ്ങുവാൻ താഴ്മതിയാ, താഴ്മതിയാ. ഒന്നിനും തന്നിടം നിന്നീടുന്നു കൂടെ താങ്ങുവാൻ താഴ്മതിയാ, താഴ്മതിയാ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാൽവരിനാഥൻ എന്റെ ശരണൻ, കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. കാൽവരിനാഥൻ എന്റെ ശരണൻ, കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ പിന്നിൽ കർത്താവി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ പിന്നിൽ കർത്താവി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. ജീവവചനത്തിന്റെ ധ്യാനചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 10 പരിശോധനകൾ എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടുംബപ്രഭുക്കളെ, വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ ഏതൊരു വിശ്വാസിയും തൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ വിശ്വാസത്തിന് പരിശോധന നേരിട്ടെങ്കിലേ പറ്റുകയുള്ളൂ. വിശ്വാസത്തിന്റെ പരിശോധന ഒഴിഞ്ഞു മാറിയുള്ള ഒരു ആത്മീയ ജീവിതവും ആർക്കും സാധ്യമല്ല. നാം അത് ദുഃഖത്തിന്റെ നെടുവീർപ്പ് കൊണ്ടല്ല, സന്തോഷത്തോടെ നേരിടണമെന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ കൂടി ദൈവമക്കൾക്ക് ദൈവാത്മാവ് നൽകിത്തരുന്ന ഉപദേശം. അതിന്റെ ഫലമോ വിശ്വാസ ജീവിതത്തിന്റെ സ്ഥിരതയുള്ളവരായി വാഗ്ദത്തങ്ങൾ കൈവരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ ഉയർത്തപ്പെടുമെന്നുള്ളതാണ്. പഴയ നിയമ ചരിത്ര താളുകളിൽ മിസ്രയീം വിട്ടിറങ്ങി വന്ന ദൈവജനം 10 വിധ പരിശോധനകൾ നേരിടേണ്ടി വന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ 10 പ്രാവശ്യവും അവർ വിശ്വാസമില്ലാത്തവരായി ദൈവത്തെ പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോകുവാൻ ഇടയായി എന്നാണ് വചനം ഓർപ്പിക്കുന്നത്. സംഖ്യ 14-22 വാക്യത്തിൽ, എന്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ദൈവജനം മരുഭൂമി യാത്രയിൽ നേരിടേണ്ടി വന്ന പരിശോധനകൾ 10 ഈ 10 പരിശോധനകളിലും അവർ വിജയിക്കേണ്ടതായിരുന്നു. എന്നാൽ വിജയിച്ചില്ല. അവർ വിജയിച്ചിരുന്നെങ്കിൽ മാത്രമേ അവർക്ക് അടുത്തുള്ള ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് കടക്കുവാൻ കഴിയുമായിരുന്നു. പരിശോധനകളിൽ വിജയിക്കണമെങ്കിൽ
വിളിച്ചിറക്കി അത്ഭുതകരമായി പരിപാലിച്ച് നടത്തിക്കൊണ്ടിരുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കേണ്ടിയും വരുന്നു. പ്രിയരെ, ദൈവം തന്റെ മക്കളിൽ അനുവദിക്കുന്ന പരിശോധനകൾ അവർ ജീവിതത്തിൽ തകർന്നു പോകുവാൻ വേണ്ടിയല്ല, മറിച്ച് അതിൽ കൂടി അവരുടെ അടുത്ത ആ നിലയിലേക്ക് ശക്തരാക്കി തീർക്കേണ്ടതിന് വേണ്ടിയാണ്. അവർക്ക് അനുവദിച്ച പരിശോധനകൾ അവർ വാഗ്ദത്തത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി ചവിട്ടിക്കയറുവാനുള്ളതായിരുന്നു. എന്നാൽ അവർ അതിനെ ഇടർച്ചക്കല്ലാക്കി മാറ്റി. ഓരോ വിശ്വാസികളും തങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന വിശ്വാസത്തിന്റെ പരിശോധനകളെ തള്ളിക്കളയാതെ അതിനെ വിശ്വാസത്തോടെ തന്നെ നേരിടണം. ഇസ്രായേൽ ജനം നേരിടേണ്ടി വന്ന പരിശോധനകൾ ഒന്നൊന്നായി നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമത്തേത് ലോകത്തിൽ നിന്നുള്ള എതിർപ്പാണ്. മിസ്രയീം ലോകത്തിന് നിഴലാണ്. ദൈവത്തിൽ അവർ വീണ്ടെടുക്കപ്പെട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു. ചെങ്കടൽ തീരത്തെത്തിയപ്പോൾ ഫറവോനും കൂട്ടർ അവരെ പിന്തുടർന്ന് വന്ന് പിടിക്കുവാൻ അടുത്തു. അവരെ വീണ്ടും പിടിച്ചുകൊണ്ടുപോയി അടിമത്തത്തിന് കീഴാക്കി വെച്ച് ഫറവോൻ അവരെ കൊണ്ട് അടിമവേല ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തു. അവർ മിസ്രയീം ദേശം വിട്ടെങ്കിലും മിസ്രയീം അവരെ വിട്ടില്ല എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശം വിട്ടുവന്നവരിൽ അനേകരും മിസ്രയീം മോഹവും വിട്ടില്ലായിരുന്നു. പ്രിയരെ, ഇന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ലോകസ്നേഹിതരും പരീക്ഷകളും വശീകരിച്ച് അവരെ കൂടെ കൂട്ടുവാൻ നോക്കും. ലോകത്തിൽ നിന്ന് എതിർപ്പ് ഉയരുമ്പോൾ ദൈവമക്കൾ അത് കണ്ട് പേടിച്ച് അവർക്ക് കീഴ്പ്പെട്ടു പോകാൻ, അവരോട് അനുരൂപപ്പെട്ടു പോകാൻ വശീകരിക്കപ്പെടരുത്. അടുത്തത് അവരനുഭവിക്കേണ്ടി വന്ന പരീക്ഷ കയ്പുവെള്ളമായിരുന്നു. മാറയെ അവർക്ക് നേരിടേണ്ടതായി വന്നു. മാറയിൽ ഇസ്രായേൽ ജനം അഭിമുഖീകരിച്ചത് കയ്പുവെള്ളമാണ്. കയ്പിന്റെ അനുഭവങ്ങളെ നേരിടേണ്ടതായി വരുമ്പോൾ പ്രിയരെ, പിറുപിറുക്കരുത്. പലപ്പോഴും വിശ്വാസികളും കയ്പുള്ള അനുഭവങ്ങളാലും നിരാശകളാലും ഒക്കെ പരിശോധിക്കപ്പെടും. കയ്പിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ അത് വിശ്വാസത്തിന് പരിശോധനയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കയ്പ് എപ്പോഴും എന്നും ഒരുവന്റെ ജീവിതത്തിൽ നിലനിൽക്കത്തില്ല. വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടിയിടുമ്പോൾ കയ്പ് മധുരമായി തീരും. അടുത്ത പരിശോധന വിശപ്പായിരുന്നു. മരുഭൂയാത്രയിൽ അവർക്ക് വിശപ്പ് അനുഭവിച്ചു. വിശപ്പ് പ്രിയരെ വ്യത്യസ്ത നിലകളിൽ നേരിടുന്ന ഒരു പരിശോധനയാണ്. പലതിനു വേണ്ടിയുള്ള വിശപ്പിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ പരിശോധന. ജഡിക താല്പര്യങ്ങൾക്കായുള്ള വിശപ്പ്, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള വിശപ്പ്, സ്ഥാനമാന പദവികൾക്ക് വേണ്ടിയുള്ള വിശപ്പ് തുടങ്ങി പല പല ആഗ്രഹങ്ങളുടെ, ആവശ്യങ്ങളുടെ വിശപ്പ്. പ്രിയർ, ഇത് സാമ്പത്തിക പരിശോധനകളെ കാണിക്കുന്നതാണ്. വിശ്വാസികളുടെ പക്കൽ ആവശ്യത്തിന് പണമില്ലാതെയും അവർ ആഗ്രഹിക്കുന്ന വസ്തുവകൾ ഇല്ലാതെയും വരുന്ന സമയങ്ങൾ, ദിവസങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും വിളിച്ചിറക്കിയ ദൈവം ഭക്തന്റെ സകല ആവശ്യങ്ങൾക്കും മതിയായ ദൈവമാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയണം. ഈ പരിശോധനയിൽ തോറ്റുപോകാൻ ഇടയായിത്തീരരുത്. അടുത്ത ഒരു പരിശോധന ദാഹമാണ്. മരുഭൂയാത്രയിൽ ജനത്തിന് ദാഹം അനുഭവിച്ചു. വരണ്ടതും മുഷിപ്പിക്കുന്നതുമായ അനുഭവങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ദാഹം. ഈ സാഹചര്യങ്ങളെയും പതറിപ്പോകാതെ തന്നെ വിശ്വാസികൾ അതിജീവിക്കേണ്ടതാണ്. അടുത്തതിനെ കുറിച്ച് പറയുന്നത് വിഗ്രഹാരാധനയാണ്. തങ്ങൾക്ക് ആരാധിക്കാൻ, തങ്ങൾക്ക് മുൻപിൽ നടക്കുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരുവാൻ അവർ ബഹളം വെച്ചു. ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ അതിനെ ആരാധിച്ചു എന്ന് ദൈവദിനത്തിൽ കാണാൻ കഴിയുന്നു. പ്രിയരെ, ദൈവിക നടത്തിപ്പിനും കരുതലിനും വിപരീതമായ ഏത് ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും വിശ്വാസികൾ കീഴടക്കണം. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തിന് പകരമായി കരുതുന്നതെന്തും നമുക്ക് വിഗ്രഹങ്ങളാകാം. അടുത്ത പരിശോധന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ആവലാതിപ്പെടുന്ന അവസ്ഥയാണ്. ദൈവിക സംരക്ഷണത്തിൽ നടത്തപ്പെടുന്ന ദൈവജനം മരുഭൂമിയിൽ വെച്ച് തങ്ങളുടെ ഏത് സാഹചര്യങ്ങളെക്കുറിച്ചും നിരന്തരം ആവലാതി പറഞ്ഞുകൊണ്ടിരുന്നു. എപ്പോഴും ഒന്നിലും തൃപ്തിപ്പെടാതെ പരാതി ഉയർത്തിക്കൊണ്ടിരിക്കുക. നടത്തിപ്പിലും ദൈവിക ഇടപെടലിലും തൃപ്തരാകാതെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ദൈവത്തിന്റെ പ്രീതി ലഭിക്കാൻ കഴിയാതെ പോകുന്നു എന്ന് നാം മറന്നു പോകരുത്. അടുത്ത ഒരു പരിശോധനയെക്കുറിച്ച് പറയുന്നു, അത് നന്ദികേടായിരുന്നു. മരുഭൂയാത്രയിൽ ഒരിക്കൽ പോലും അവർ ദൈവത്തിന് നന്ദി പറയുന്നതിൽ അവർ അഭ്യസിച്ചിരുന്നില്ല. ലഭിച്ച മന്ന
അത് തിന്ന് ജീവിക്കുമ്പോഴും അവർ ദൈവത്തോട് നന്ദിയുള്ളവരായിരുന്നില്ല. പിന്മാറ്റത്തിലേക്കുള്ള ഒന്നാം പടിയാണ് പ്രിയരെ നന്ദികേട്. അടുത്തത് അവരുടെ കൊതി ആയിരുന്നു ഒരു പരിശോധന. ചോദിക്കുന്നതൊക്കെ ലഭിക്കുമ്പോഴും അവരുടെ കൊതിക്ക് മതി വന്നില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നു. ഇസ്രായേൽ ജനം ഇറച്ചി ചോദിച്ചു, അവർക്ക് ദൈവം കാട ഇറച്ചിയെ നൽകി. കാട നിമിത്തം അവർ ദോഷത്തിലായി. അനേകർ സംഹരിക്കപ്പെടേണ്ടി വന്നു. അവർ മാറി മാറി ഭക്ഷണത്തിനായി കൊതിച്ചു. അവരുടെ രുചികളെ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടിരുന്നില്ല. പ്രിയരെ, ഇന്നും ഭക്ഷണത്തിനായുള്ള കൊതി അനേക വിശുദ്ധന്മാർക്ക് കെണിയാണ്. ലഭിച്ച ഭക്ഷണത്തിൽ തൃപ്തരാകുന്നില്ല. അടുത്തത് നേതൃത്വത്തിനെതിരെയുള്ള വിമർശനം ഉയർത്തലായിരുന്നു. അവർ നിരന്തരമായി അവരുടെ ആത്മീയ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തി. എന്തിനേറെ, ദൈവമുഖം ദർശിച്ച, ദൈവം ഇടപെട്ടുകൊണ്ടിരുന്ന മോശയ്ക്കെതിരെ അഹരോനും മിരിയാമും പോലും വിമർശനം ഉയർത്തുന്നതിൽ മുന്നിലായിരുന്നു. അടുത്തത് അവരുടെ അവിശ്വാസമായിരുന്നു. ആദ്യ 9 പരിശോധനകളിലും അവർ പരാജയമടഞ്ഞ ശേഷം അവരുടെ ശൈലി അവിടെ നിശ്ചയിക്കപ്പെട്ടു. കാദെശ് ബർന്നയിൽ അവർ ഏറ്റവും പ്രധാനപ്പെട്ടതും 10ാമത്തേതുമായ പരിശോധനയിലും തോറ്റുപോയി. കാദെശ് ബർന്ന വാഗ്ദത്ത ദേശത്തിന്റെ അതിർത്തിയായിരുന്നു എന്ന് മറക്കരുത്. ദേശം ഉറ്റുനോക്കാൻ പോയി മടങ്ങി വന്നവർ സഭയെ മുഴുവനും ഭയവും അവിശ്വാസവും ഏറിയ അളവിൽ ആ സഭയ്ക്കകത്ത് ബാധിക്കുന്ന ഒരനുഭവത്തിൽ ആ സഭയെ കൊണ്ടുചെന്നെത്തിച്ചു. ജനത്തിന്റെ മനസ്സ് അവർ കലക്കിക്കളഞ്ഞു. കൂടപ്പിറപ്പുകളെ, നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരും വാഗ്ദത്തത്തിലേക്ക് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. ഈ യാത്രയിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ 10 നിലയിലുള്ള വിശ്വാസത്തിന് പരിശോധനയെ നിങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഈ പരിശോധനകളിൽ തോറ്റുപോകുന്ന നിലയിലേക്ക് ഒരിക്കലും എത്തപ്പെടുവാൻ ഇടയാകരുത്. കൂടപ്പിറപ്പുകളെ, ഈ പോരാട്ടക്കളത്തിൽ തകർന്നു പോകരുത്. വിജയിക്കുവാനുള്ള ഒരു തീരുമാനവും സമർപ്പണവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. സ്ഥിരതയുള്ള വിശ്വാസത്തിനുടമകളായി ദൈവത്തെ പരീക്ഷിക്കുന്നവരാകാതെ വിശ്വാസത്തിന്റെ പരിശോധനയെ നേരിട്ട് ജയിക്കുവാനുള്ള ഒരു ഹൃദയ വാഞ്ചയും ഒരു വിശ്വാസത്തിന്റെ ധൈര്യവും കൈവരിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹീതമായ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവകൃപയാൽ എല്ലാവരും നിറയപ്പെടട്ടെ. ഇന്ന് പകലിൽ കർത്താവെ, ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പരിശോധനകളെ ജയിക്കുന്നവരായി, വിശ്വാസത്തിന്റെ ധൈര്യമുള്ളവരായി, പ്രത്യാശയുള്ളവരായി അനുഗ്രഹിക്കപ്പെടാൻ, കർത്താവിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. ഇന്ന് പകലിൽ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം കൽപ്പിക്കണമേ കർത്താവെ. ജോലി മണ്ഡലത്തിൽ പ്രയാസവും ടെൻഷനും നേരിടുന്നവർക്ക് കർത്താവ് വിടുതലും ആശ്വാസവും കൽപ്പിക്കണം. യേശുവിന്റെ നാമത്തിന്റെ അധികാരങ്ങളുടെ മക്കളുടെ മേൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. ജനം വിടുവിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. Yeshua.